മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം. 1847 ജൂണിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് തറവാട്ട് പ്രസ്സിൽ നിന്നും പ്രസിദ്ധീകരിച്ചു. ഹെർമൻ ഗുണ്ടർട്ട്, ജർമ്മനിക്കാരനായ ഹെർമൻ ഗുണ്ടർട്ടാണ് ഇത് ആരംഭിച്ചത്. പ്രധാന പത്രാധിപർ ജോർജ് ഫെഡറിക് മുള്ളറാണ്. 1850 ഡിസംബറിൽ ഈ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. ഇനി പശ്ചിമോദയം, മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. 1847 ഒക്ടോബറിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ്സിൽ നിന്നും തന്നെയാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. പത്രാധിപരും ജോർജ് ഫെഡറിക് മുള്ളർ തന്നെയാണ്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കേരള പഴമ, കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാണ് പശ്ചിമോദയം. യൂറോപ്പിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM പ്രസിദ്ധീകരണം ഇതിലാണ് പ്രസിദ്ധീകരിച്ചത്. ഇനി പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചത് 1951 ഓഗസ്റ്റിലാണ്. ഇനി ജ്ഞാനിനി നിക്ഷേപം 1848 ബെഞ്ചമിൻ ബെയ്ലി ആരംഭിച്ചു. കോട്ടയത്തെ ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ചു. തിരുവിതാംകൂറിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് ജ്ഞാനിനി നിക്ഷേപം. അച്ചുകൂടം ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള പത്രം മാഗസിനാണ്. ഇനി അതുപോലെ തന്നെ ആർച്ച് ഡീക്കൻ കോശി തയ്യാറാക്കിയ പുല്ലേലി കുഞ്ചു എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് ജ്ഞാനിനി നിക്ഷേപത്തിലാണ്. പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരാണ് ആർച്ച് ഡീക്കൻ കോശിയും ജോർജ് മാത്തനും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്